ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉത്സവത്തിന് പോയ വിശേഷം. ഉത്സവം 4-ാം തീയതിയാണ്, കാർത്തിക തൃക്കാർത്തികൻ്റെ എന്നാണ് ഇവിടുത്തെ ഉത്സവം. ഇവിടെയാണ് ഏറ്റവും ഫസ്റ്റ് ഉത്സവം തുടങ്ങുന്നതും തീരുന്നത് ഓച്ചിറയിലും. അമ്പലത്തിൻ്റെ പേര് രാലൂർക്കാവ് എന്നാണ്. ശരിക്കും ലൈറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ലൈറ്റുകളുണ്ട്. ഞാൻ അതൊക്കെ കാണാൻ നമ്മൾ ഓൾറെഡി ഒരു ദിവസം വന്നായിരുന്നു, പിന്നെ ഞാൻ ഒന്ന് വന്നായിരുന്നു. പിന്നെ നമ്മളെ ഇന്നലെ കൂടി വന്ന് ഇനിയും പോകും, ചിലപ്പോൾ ഇന്നും പോകും. അതിനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ പോയിക്കുമ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഒരു വൈബ് അറിയാതെ എങ്ങാനും നമ്മുടെ വായിന്ന് ലൈറ്റ് കാണാൻ പോവാം എന്നെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ ഇവൻ തറയിൽ നിൽക്കാൻ സമ്മതിക്കില്ല. ലൈറ്റ് കാണാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടേ അങ്ങനെ പിന്നെ ലൈറ്റ് കാണാൻ കൊണ്ടിറങ്ങിയതാണ് ഇപ്പോൾ രണ്ടാമതും. ആദ്യ ദിവസം പോകുമ്പോൾ ഒരു ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ പോയപ്പോഴും ഓരോ കടകൾ കാണുമ്പോഴും അവന് ബലൂൺ വേണം, വണ്ടി വേണമെന്ന് പറയും. പിന്നെ ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം കൈകൊട്ടികളി നടക്കുകയാണ്. കൂടാതെ നാടൻ പാട്ടുമുണ്ട്. അങ്ങനെ പോലീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ട്രാഫിക്കൊക്കെയാണ്. പിന്നെ ഉത്സവത്തിനൊന്ന് 4-ാം തീയതി പരിസരത്ത് അടുക്കത്തില്ല, അത്രയ്ക്ക് ജനമായിരിക്കും. വണ്ടികളൊക്കെ ഫുൾ ബ്ലോക്കായിരിക്കും. പിന്നെ ഗെയിംസ് കുറേ ഉണ്ട്. ജെയിൻ വീലുണ്ട്, പിന്നെ മറ്റേ ഊഞ്ഞാലണക്ക് സാധനമുള്ള ഡ്രാഗൻ്റെ മുകളിൽ അതുണ്ട്. അല്ലാതെ ഡ്രാഗൻ്റെ റൈഡുണ്ട്, പിന്നെ ട്രെയിനുണ്ട്. കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വലിയവർക്ക് കളിക്കാൻ പറ്റില്ല, ബോളിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുമല്ലോ, അതുണ്ട്. അങ്ങനെ കുറേ ഗെയിംസും ഒക്കെ ഉണ്ട്. ബോറടിക്കലോട്ടോ, നല്ല ലൈറ്റുകളൊക്കെ കണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് തന്നെ ശരിക്കും ഉണ്ട്. ഹോട്ടലുകളുണ്ട്, എല്ലാം കൊച്ചു കൊച്ചു തട്ടുകട കണക്കത്തെ ഹോട്ടലുണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഈ ബൈക്കുകൾ സൂപ്പർ ബൈക്കായിരുന്നു. ഇത് ഇനാഗുറേഷൻ തന്നെ ഇന്ന് ഇവിടെ വെച്ചായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഫ്ലെക്സിനകത്ത് അടിച്ചു വെച്ചിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ഈ പാനിപ്പൂരിയാണ്. ഈ പാനിപ്പൂരി എവിടെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടോ അവിടെയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വായിക്ക് കൊള്ളത്തില്ല. എൻ്റെ ഒപ്പീനിയനാണ്, ഇഷ്ടപ്പെടുന്നവരും കാണും. എനിക്ക് എന്തൊരു വലിയ സാധനം ഇഷ്ടമല്ല, ഒരുമാതിരി. പിന്നെ നമ്മൾ ഓരോ ഗെയിംസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ കൈകൊട്ടി കളി നടക്കുകയാണ്. അതൊരു ശകലം ഇരുന്ന് കണ്ടു, കാരണം നമുക്ക് ആ പരിസരത്ത് എടുക്കില്ല, അതിൻ്റെ ചുറ്റിനും ആൾക്കാർ നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഫോൺ പൊക്കി വെച്ചിട്ട് നിന്നാണ് കണ്ടത്. കാരണം കാണത്തില്ല, അത് ഒട്ടും കാണത്തില്ലായിരുന്നു. ശരിക്കും ആളുണ്ടായിരുന്നു. കൊച്ചാപ്പം എനിക്കിതാ ഈ സാധനത്തിലും ജെയിൻ വീലിലൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, നമ്മൾ കയറാത്ത സാധനങ്ങൾ ഒക്കെ കയറുന്നതല്ലേ നല്ലത്. പക്ഷെ ചേട്ടൻ വരൂല, ഒറ്റയ്ക്ക് കയറാനൊരു പേടി. ഒരാളും കൂടി കൂട്ടിനുണ്ടെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. പക്ഷെ പറഞ്ഞ് ഞാൻ ഡ്രാഗൻ്റെ പാളത്തിൽ കൂടെ പോകുന്നൊരു സാധനമുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനകത്ത് കയറ്റി. പിന്നെ ഈ ഡ്രാഗൻ്റെ ഈ ഊഞ്ഞാലുണ്ടല്ലോ, ഇതിനകത്ത് കയറുമ്പോഴേ ഒരുവിധം ഉള്ളവരെല്ലാം വിളി തുടങ്ങും. കാരണം അത്ര ഹൈറ്റിനാണ് ഇത് പോണത്. ഏറ്റവും ബാക്കിൽ കുറേ അവന്മാർ കയറിയിരിപ്പുണ്ട്. അവന്മാരാർക്ക് കടുക്കുന്നത്, കാരണം അത്ര പൊക്കത്തിൽ ഉച്ചിയിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ നടുക്കങ്ങാണ്ടിരിക്കുന്നത് ഏതാ പെണ്ണുങ്ങൾ സാരി എടുത്തിരുന്ന ഏതാ പെണ്ണുങ്ങൾ ഭയങ്കര വിളിയെന്ന് പറഞ്ഞ് അത് കേട്ടുകൊണ്ട് ചിരിയാണ്. അവരിരുന്ന് കരയും, ചേട്ടാ ഇവിടെ നിന്ന് ചിരിക്കും. അതാണ് നടക്കുന്നത്. കുട്ട ഊരി പോകുന്നു. അത്ര കുഴപ്പമില്ല. ബാക്കിരിക്കുന്നവരാണ് പൊങ്ങി പോയിട്ട് തിരിച്ചു വരുന്നത്. ബാക്കിലിരുന്ന പൊങ്ങി പോകും ചേട്ടാ. നിങ്ങൾക്ക് ചിരി, അവരെടുത്ത് കരയുമ്പോ ഇതിൽ കയറാം. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞതായി ഈ സാധനത്തിൽ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ഓക്കെ, 160 രൂപയാണ് അയക്കുന്നത്. ഒരു ടിക്കറ്റിന് 80 രൂപ. ഇത് റൗണ്ട് എണ്ണമല്ല, 5 മിനിറ്റ് എങ്ങാണ്ടാണ് ഇത് ഓട്ടിക്കുന്നത്. അങ്ങനെയും കണ്ട ഇത് ഓട്ടിക്കുന്നത്. പിന്നെ നമ്മൾ പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെയാണ് പിന്നെ ഇനി അതിനകത്തോട്ട് കയറാൻ പോയേക്കുന്നത്. എന്താണ് ഫീലിങ്സ്? ചിരി വരുന്ന ഒരുപാട് റിസ്ക് ഇല്ലാത്തൊരു പരിപാടി ഇതേ ഉള്ളൂ. കൊള്ളാമോ ശിവ? വീണാൻ വേണ്ടിട്ട് പോവാം. മറ്റേ വീണാൻ നോക്കട്ടെ.
കൊച്ചിനെ പിടിച്ചു. കൊച്ചിനെ പിടിച്ചാണ്. ഇതാണ് ഉള്ളതിലെ ഏറ്റവും റിസ്ക് കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാണ് ഇതിൽ കയറിയത്. ഇതിൽ നിന്ന് വീണാൽ താഴെ നമ്മൾ വീഴത്തുള്ളൂ. മറ്റേതാത്തൊക്കെ ഇവിടെ ഡേഞ്ചർ ആയിരിക്കും, പൊടി പോലും കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും സൂപ്പറാണ്. പുറത്തുള്ള വ്യൂ ഭയങ്കര പൊക്കത്തിനല്ല പോകണമെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. നല്ല കറങ്ങി ഒരു ചെറിയൊരു റൗണ്ടിലാണ് കറങ്ങുന്നത്. ആ എക്സ്പീരിയൻസ് സൂപ്പർ, അടിപൊളി തന്നെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാ പരിപാടികളും എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ തന്നെ കുറേ ഹോട്ടലുകളും തട്ടുകട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആ ഹോട്ടലിൽ കയറി പെറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. ചിക്കൻ കറിയോ എന്ന് ചോദിക്കുമ്പം അമ്പലം അങ്ങ് ദൂരെയാണ്, ഹോട്ടൽ ഇവിടെയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. നാളെ വരാം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട്.